വൈകുന്നേരം ആയപ്പോൾ കടയിൽ പോയി ഒരു ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി പണ്ട് നമ്മൾ മുന്നേ തൊട്ടേ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാധാരണ നമ്മൾ വെക്കുന്ന ചിക്കൻ കറി എന്ന് വെച്ചാൽ ഒരു ചിക്കൻ കറിയും ഉരട്ടിയും. നമുക്ക് പെരുന്നാളായാലും നമ്മുടെ വീടുകളിലൊക്കെ മുന്നേയൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോഴാണല്ലോ ബട്ടർ ചിക്കനും ചില്ലി ചിക്കനും അങ്ങനെ മക്കൾക്കാണെങ്കിൽ അതൊക്കെ തന്നെയാണ് ഇഷ്ടം. ഞാൻ ഇതിന്നിപ്പോൾ ഇങ്ങനെ നമ്മുടെ സാധാരണ ചിക്കൻ കറി വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ചൂടോടാകുമ്പോൾ അവരും കൂടെ കഴിച്ചോളും. അപ്പോൾ സാധാരണ നമ്മൾ സവോളയിലാണ് ഈ ഒരു ചില്ലി ചിക്കനും ബട്ടർ ചിക്കനും ഒക്കെ ഒതുക്കുന്നത്. സാധാരണ നമ്മൾ നോർമൽ ചിക്കൻ കറി വെച്ചാൽ തന്നെ ഞാൻ ചെറിയ ഉള്ളിയൊന്നും എടുക്കാറില്ല, സവാളയിൽ അങ്ങ് റെഡിയാക്കി എടുക്കും. മെനക്കെട്ട പരിപാടിയിൽ ഈ ഒരു ചെറിയ ഉള്ളി എടുത്ത് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. സവാള ഇപ്പോൾ തൊലിക്കുമ്പോൾ തന്നെ കണ്ണൊക്കെ നീറുന്നുണ്ട്. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ അതിൻ്റെ പേസ്റ്റും കാര്യങ്ങളും ഒന്നും കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് കരുതി എല്ലാം എടുക്കുകയാണ്. ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ഒന്ന് റെഡിയാക്കി വെച്ച് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം എന്തായാലും. അപ്പോൾ അതിന് മുന്നേ നോക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലല്ലോ, അതും ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയിൽ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ വെളുത്തുള്ളി എടുത്തിട്ടില്ല, അതൊന്ന് മിസ്സായി പോയി. പിന്നെ അടുത്ത് വെളുത്തുള്ളി എടുത്തിട്ടൊന്ന് അതും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കാനേ. സവോള 3 എടുത്തിട്ടുള്ളത്, ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കാന്ന് കരുതി. ചോപ്പറൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യത്തിന് 3 സവാള സ്ലൈസ് ചെയ്യാൻ വേണ്ടി ചോപ്പർ എടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും അറിയാം. അത് വാഷ് ചെയ്യലും പിന്നെ അതിന് ഫസ്റ്റ് വാഷ് ചെയ്യലും പിന്നെ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യലും എല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലൊരു ചില്ലി കുപ്പിയിലാക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എപ്പോഴും എടുത്താലും ഇതുപോലെ ആ ഒരു ബോട്ടിൽ അങ്ങനെ നിറച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു ജാറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് ഒരു ടിക്ക് അടിച്ചെടുക്കണം. ഒരൊറ്റ ടിക്ക് മതി, ഒരു 2 സെക്കൻഡ് അതിൻ്റെ ആവശ്യമുള്ളൂ. കൂടുതലായതല്ല, അത് ആകെ പേസ്റ്റായി പോകും, അതിൻ്റെ ആവശ്യമില്ല. അപ്പോഴാണ് ഉരട്ടിക്ക് വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇല്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ പോയി ഒരു തേങ്ങ പൊതിച്ചിട്ട് വന്നു. അപ്പോൾ അതൊന്ന് ചിരകി എടുത്ത് തേങ്ങ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ച് അതിലോട്ട് തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് ഉപ്പും കൂടെ റെഡിയാക്കി വെച്ച് കൊടുത്താലേ ഉരട്ടിക്കുള്ള ആ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി. അതിന് മുന്നേ തന്നെ തേങ്ങ പൊട്ടിച്ചവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ചിക്കൻ കറി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ചിക്കൻ കറി ഞാൻ ഒരു അലുമിനിയം പാത്രമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. എപ്പോഴും നമ്മൾ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കാറുള്ളത്. ഇന്ന് ഞാൻ കരുതി അലുമിനിയത്തിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ സവോള സ്ലൈസ് ചെയ്തത് എണ്ണ ഒഴിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് തേങ്ങ ചിരകി എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു പൂച്ചയെ അടുത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ചിഞ്ചു എന്ന് പേരൊക്കെ ഇട്ട് ഒരു മണിയൊക്കെ കഴുത്തിൽ കെട്ടിക്കൊടുത്ത് ഇങ്ങനെ മോള് ഭയങ്കര ചില്ലത്തിൽ ഇങ്ങനെ വളർത്തുകയാണ്. അപ്പോൾ അവൾ വന്ന് തേങ്ങ ചിരകുന്ന സൗണ്ട് കേട്ടാൽ വരും കേട്ടോ. കുറച്ച് തേങ്ങ അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമായിട്ട് പൊയ്ക്കോളും. അങ്ങനെ ഒരട്ടിക്ക് വേണ്ട അതേ മിക്സ് റെഡിയാക്കി അടുപ്പിലോട്ട് വയ്ക്കുകയാണ്. കുറച്ച് നമ്മൾ വെള്ളം എടുത്തിട്ട് അതിലോട്ട് തേങ്ങ ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഇട്ട് കൊടുത്ത്, കൈ കൊണ്ട് നന്നായിട്ടൊന്ന് നമ്മൾ പാലെടുക്കുന്ന രീതിയിൽ കൈ കൊണ്ടൊന്ന് ഞെരടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ തൊട്ടടുത്ത അടുപ്പിൽ തന്നെ ഞാൻ ചിക്കൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് റെഡിയാവുമല്ലോ എന്ന് കരുതി. പിന്നെ നമ്മൾ നോർമൽ ചിക്കൻ കറി വയ്ക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം മാത്രമേ ഞാൻ പൊടികളൊക്കെ ചേർത്തെടുക്കുകയും ചിക്കൻ ചേർത്തെടുക്കുകയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ദേ ഉരട്ടിക്കുള്ള വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ വറുത്ത അരിപ്പൊടിയാണ്. അത് നിങ്ങൾ വിചാരിക്കും എന്താ കുപ്പിയിലൊക്കെ ആക്കി വെച്ചേക്കുന്നത്. ഞാനിങ്ങനെ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. കഴിയുമ്പോൾ കുപ്പിയിലോട്ട് ഫില്ല് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ദേ അതൊന്ന് കുറച്ചൊന്ന് ലൂസായിട്ട് നമ്മൾ ആ മിക്സ് റെഡിയാക്കി എടുക്കണേ. ഉരട്ടിയിരുത്, അല്ലാതെ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ അത് തണുക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഹാർഡായി പോവും. അപ്പോൾ അതൊന്ന് റെഡിയാക്കി മിക്സ് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ട് ചിക്കൻ കറി റെഡിയാക്കണേ. ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ അടുത്ത സ്റ്റൗവിലോട്ട് ഒരു ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ ഇനി മസാലക്കൂട്ടുകളൊന്ന് ചെറിയ ചൂടാക്കി എടുക്കണം. എണ്ണ വേണമെങ്കിൽ ഒഴിച്ചോളൂ, ഞാൻ എണ്ണ ഒഴിക്കാതെയാണ് ചെറിയ തീയിലിട്ടിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. ഈ 4 കൂടെ ഇട്ടിട്ട് ഒന്ന് ചെറിയ തീയിലിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ. അതിനൊരു ടേസ്റ്റ് വ്യത്യാസം തന്നെയാണ്. നമ്മൾ പച്ചയ്ക്ക് പൊടികൾ അങ്ങോട്ട് വാരിയിടാതെ അതുപോലെ ഇതേ മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ കറിയുടെ കളർ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ ഇതേ ഉറപ്പിയും റെഡിയായി. നമ്മുടെ ചിക്കൻ കറിയും റെഡിയായപ്പോൾ ഒന്ന് കഴിക്കാൻ എഴുതി. സാധാരണ 9 മണിക്കൊക്കെ ഫുഡ് കഴിക്കാറുള്ള ഞങ്ങളത് 8-8:15 തന്നെ ഇന്ന് ഞങ്ങൾ ഒത്തിയും ചിക്കൻ കറിയും കൂടെ ഒന്ന് കഴിക്കാമെന്ന് കരുതി. മക്കളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കറി സൂപ്പറായിട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ വെക്കുന്നുണ്ടായിരിക്കും. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സംഭവം.